സി ജെ റോയിയുടെ മരണമൊക്കെ കഴിഞ്ഞു, ശവസംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. പക്ഷെ സി ജെ റോയിയെ കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ അത്ര ശരിയായ രീതിയിൽ ഉള്ളതല്ല എന്നുള്ളതാണ്. അതായത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ പോലെ ആയിരുന്നു സി ജെ റോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് പലരും പറയുന്നത്. അതായത് ഈ സി ജെ റോയിയുടെ മരണത്തിൽ ലോകം മുഴുവൻ ചുറ്റുന്ന സി ജെ റോയിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവരാരും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ സി ജെ റോയി അവസാനം ഒരു നോക്ക് കാണാൻ വന്നുള്ളൂ. അതായത് ഈ സി ജെ റോയിയുടെ വിദേശ നിക്ഷേപങ്ങളിലെ ചില കാര്യങ്ങളിൽ അവ്യക്തത വന്നതിന് അതിന്റെ പുറകിലുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് UAE കേരളത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങളൊക്കെ ആയിട്ട് വന്നതെന്നാണ് കേൾക്കുന്നത്. ഈ സി ജെ റോയിയുടെ ആദ്യ ഭാര്യ ഉണ്ടായിരുന്നു. സി ജെ റോയി അവരെ നിയമപരമായി വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും വരുന്നുണ്ട്. ഒരു ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു പോസ്റ്റ്, അത് സത്യത്തിൽ അതിൽ പറയുന്നത് തന്നെ കണ്ണ് നിറഞ്ഞു പോയി ഇത് വായിച്ചപ്പോൾ. ഇപ്പോഴും ആ നമ്പൂതിരിയും ഭാര്യയും എവിടെയാണെന്ന് അറിയില്ല. വായിച്ചത് ശരിയാണെങ്കിൽ ലോകം ഒരുങ്ങുന്നുണ്ട് നമ്മളിലേക്ക് തന്നെ കറങ്ങിയെത്തും. ഇതിന്റെ താഴെ പറയുന്ന കാര്യങ്ങൾ: എനിക്ക് റോയിയെ 2000 മുതൽ അറിയാം. അയാൾ അന്ന് ക്രിസ്റ്റൽ ഗ്രൂപ്പിലാണ്. അക്കാലത്ത് ഞാൻ ബാംഗ്ലൂരിൽ എത്തുന്നതും അവരുടെ ഗ്രേറ്റഡ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റിൽ ഒരു വില്ല ബുക്ക് ചെയ്യുന്നത്. അതിന്റെ ഉടമസ്ഥനായ കൃഷ്ണൻ നമ്പൂതിരിയുടെ കസ്റ്റമൈസ്ഡ് വില്ല എന്ന ആശയത്തിൽ ആകൃഷ്ടനായി. റോയിയാണ് അതിന്റെ വില്ലയുടെ പ്രോജക്ട് മാനേജറായി വന്നത്. അതിനു മുമ്പ് അയാൾ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ റിസോർട്ട് മാനേജറായി ജോലി നോക്കുകയായിരുന്നു. അതിനു മുൻപ് HP ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. നമ്പൂതിരിയെ ദൈവമായി കണ്ട് കാലിൽ വന്ദിച്ച് ദിവസം തുടങ്ങിയിരുന്ന റോയ് നമ്പൂതിരിയുടെയും ഭാര്യ ലതയുടെയും വിശ്വാസപാത്രമായിരുന്നു. ക്രിസ്റ്റൽ എന്ന പേര് തന്നെ കൃഷ്ണൻ നമ്പൂതിരിയിൽ നിന്ന് ലത തിരിച്ചെഴുതി എന്ന അവരുടെ പേരിൽ നിന്നാണ് വന്നത്. ഈ ക്രിസ്റ്റൽ നമ്പൂതിരി കെൽട്രോണിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറായി കുറെ വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അറേബ്യൻ സ്വപ്നലോകത്ത് ചെന്നുണ്ടാക്കിയ പണമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ താല്പര്യമെന്ന് ബാംഗ്ലൂരിൽ മുടക്കിയത്. മുൻ ജോലി പരിചയമില്ലാതിരുന്ന ലതയ്ക്ക് നമ്പൂതിരിയുടെ കമ്പനിയുടെ ഫേസായി അയാളുടെ വേറിട്ട മുൻ ജോലി പരിചയമില്ലാതിരുന്നു ലതയ്ക്ക്. അതായത് അവര് ഇതിൽ വലിയ പരിചയമൊന്നുമുള്ള സ്ത്രീയല്ല ഈ നമ്പൂതിരിയുടെ ഭാര്യ. നമ്പൂതിരി കമ്പനിയുടെ ഫേസായി അയാളുടെ വേറിട്ട പെരുമാറ്റത്തിൽ ഒരുപാട് സെയിൽസ് നടത്താൻ സാധിച്ചു, പ്രത്യേകിച്ച് ബാംഗ്ലൂർ മലയാളികൾക്കിടയിൽ. ലത കമ്പനിയുടെ ഫിനാൻസ് ആയിരുന്നു നോക്കിയിരുന്നത്. അവിടെ വന്ന പ്രൊജക്ട് എക്സിക്യൂഷൻ ഒഴിവിലാണ് റോയി കണ്ണ് നട്ടിരുന്നത്. നമ്പൂതിരിയുടെയും ലതയുടെയും വിശ്വസ്തനായ അയാളുടെ ആ സ്ഥാനത്തേക്കുള്ള ഉയർച്ച സ്വാഭാവികമായിരുന്നു. അധികം താമസിക്കാതെ പണമിറക്കാതെ തന്നെ അയാളെ അവർ പാർട്ട്ണറാക്കി. റോയിയെ പണമിറക്കാതെയുള്ള പാർട്ട്ണറാക്കി അവർ മാറ്റി. നമ്പൂതിരി സെയിൽസിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കുകയും കമ്പനി പെട്ടെന്ന് 100 കോടി രൂപ ക്ലബിൽ, അതായത് 2003 എത്തുകയും ചെയ്തു. നമ്പൂതിരി സെയിൽസിൽ കൂടുതൽ ശ്രദ്ധിച്ചതും ലതയുടെ പരിചയമില്ലായ്മയും റോയിക്ക് കൂടുതൽ അനധികൃതമായ പണം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി. അത് അയാളുടെ ജീവിത രീതിയിൽ മാറ്റമുണ്ടാക്കി. 2005 ഒരു രാത്രിയിൽ ഞങ്ങളുടെ ക്ലബ് ഹൗസിലെ ഗസ്റ്റ് റൂമിൽ അയാളെ പോലീസ് റെയ്ഡിൽ പിടിച്ചു. സുഹൃത്തായിരുന്ന പോലീസ് കമ്മീഷണറിൽ നിന്ന് ചില അപ്രിയ സത്യങ്ങൾ നമ്പൂതിരി മനസ്സിലാക്കുന്നു. റോയിയെ പിരിച്ചുവിടുകയും ചെയ്തു. അപ്പോഴാണ് ആ വർഷങ്ങളിൽ ക്രിസ്റ്റൽ വാങ്ങിയിരുന്ന ആസ്തികളെല്ലാം റോയിയുടെ പേരിലാണെന്ന് അറിയുന്നത്. കൂടാതെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് പ്രകാരം എല്ലാ റിസോർട്ടുകളും കൊമേഴ്സ്യൽ കെട്ടിടങ്ങളും പണവും റോയി പിരിഞ്ഞു പോകുന്നതിന് ആവശ്യപ്പെട്ടു. നമ്പൂതിരി അത് കൊടുക്കുകയും ചെയ്തു. 2005-2006 റോയി കോൺഫിഡന്റ് ഗ്രൂപ്പ് തുടങ്ങി. ക്രിസ്റ്റൽ പ്രോജക്ട് ടീമിലെ പലരെയും കൂടുതൽ ശമ്പളം കൊടുത്ത് അവിടേക്ക് സ്വാധീനിച്ചു. ചില സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായതിനാൽ അധികം വൈകാതെ ദുബായിലേക്ക് താമസം മാറ്റി. പിന്നീട് പല ദുബായ് പണക്കാരും ചെയ്യുന്ന പണം കൊടുത്ത് യൂറോപ്പിൽ നിന്ന് ഒരു ഡോക്ടറേറ്റും റോയി കരസ്ഥമാക്കി. ക്രിസ്റ്റൽ വലിയ കടക്കണിയിൽപ്പെട്ടു. താമസിക്കാതെ നമ്പൂതിരി ലതയും ഒളിവിൽ പോയി. ഫ്ലാറ്റ് ബുക്ക് ചെയ്ത് ലഭിക്കാതെ വന്ന ചിലർ കൊടുത്ത കേസിൽ ലത ജയിലിൽ വെച്ച് കുറെ നാൾ ഈ ലത എന്ന് പറയുന്ന ആൾക്ക് പോകേണ്ടി വന്നു. അതായത് നമ്പൂതിരിയുടെ ഭാര്യയായിരുന്നു അവർക്ക്. നമ്പൂതിരി എവിടെ എന്നറിയാവുന്നവർ ഇന്നും ചുരുക്കം. ഒരു നാൾ അയാൾ ഉയർന്നു വരും എന്ന് ചിലർ വിശ്വസിക്കുന്നു. ഞാനുമായി വളരെ അടുപ്പമായിരുന്നു നമ്പൂതിരി ലതയും ഒളിവിൽ പോകുന്നത് വരെ. റോയിയുടെ വിധി കാലം അയാളിൽ കൂടെ തന്നെ നടപ്പിലാക്കി എന്നേ പറയാനാവും. താൻ നിരന്തരം താൻ അനുഭവിച്ചിടുക തന്നെ. ശ്രീജിത്ത് സാജ എന്നാണ് ഈ കടപ്പാട്. ശ്രീജിത്ത് സാദ എന്നുള്ള ഒരാളിന്റെ പേരിലാണ് ഇപ്പൊ പോസ്റ്റ് ഭയങ്കരമായിട്ട് ഇത് ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഇവിടെയാണ് റോയിയുടെ ആദ്യ ഭാര്യയെ കുറിച്ചൊക്കെ ചില പരാമർശങ്ങൾ വരുന്നത്. എത്രത്തോളം ശരിയാണോ നമുക്കറിയില്ല.
അങ്ങനെയാണെങ്കിൽ ഈ റോയി എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ ഇയാൾ പണം ഉണ്ടാക്കിയത് ഈ നമ്പൂതിരി എന്ന് പറയുന്ന ആളെയും അയാളുടെ ഭാര്യയും ചതിച്ചുണ്ടാക്കിയ പണം കൊണ്ടല്ലേ ഇയാൾ ഈ കാണുന്ന സാമ്രാജ്യം മുഴുവൻ നേടിയത്? എന്നിപ്പോൾ പലരും പറയുന്നത് പോലെ മറ്റ് നിരന്തരം ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഇതിന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്കോസ്ലോവാക്യ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിരുന്നു. പിന്നീട് അവർ തമ്മിൽ പിരിഞ്ഞ ചെക്കും സ്ലോവാക്കുമായിട്ട് 2 റിപ്പബ്ലിക്കിലായി. ആ ചെക്കിന്റെ അപ്പുറമുള്ള സ്ലോവാക്യൻ റിപ്പബ്ലിക്കിന്റെ കേരളത്തിലെയും കർണാടകയിലെയും കോൺസൽ ജനറൽ ആയിരുന്നു ഈ പറയുന്ന റോയി എന്ന് പറയുന്നയാൾ. അതായത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ $2 ലക്ഷം വിലയുള്ളതാണ് ഈ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. ചെറിയ രാജ്യങ്ങൾ ഇത് വിൽക്കും, കാരണം അവർക്ക് ഇന്റർനാഷണൽ വലിയ പ്രസക്തി ഇല്ലാത്ത രാജ്യങ്ങളാണ്. അത് അങ്ങനെ പലരും വാങ്ങിക്കാറുണ്ട്. അതായത് ഇത് പ്രാദേശികമായിട്ട് കിട്ടുന്നതാണ്. ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ചാനലിലൂടെ സഞ്ചരിക്കാം, പരിശോധനയില്ലാതെ ഒരു ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിന്റെ വാല്യൂവിൽ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ചോദ്യം ഇതാണ്, റോയിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് പരിശോധനയില്ലാത്തത്? ഗ്രീൻ ചാനലിലൂടെ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്ത് പരിശോധനയില്ലാതെ പ്രവേശിക്കാനും കടന്നു പോകാനും പറ്റുമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം ദുരുദ്ദേശമുണ്ട് എങ്കിൽ മാത്രമാണ് ഇത്തരം പാസ്പോർട്ടുകൾ കരസ്ഥമാക്കുന്നത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു താല്പര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ സാധാരണ കരുതുന്നതിനപ്പുറമുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ധനപരമായി. അത് നിയമത്തിന്റെ ആ ഒരു സാധ്യതയെ മറികടക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ കർമ്മ എന്ന് പറയുന്ന സാധനത്തിനൊരു പ്രത്യേകതയുണ്ട്. ആദ്യം നമ്മൾ നന്നായിട്ട് വളർത്തും, നമുക്ക് ഏറ്റവും അഴുക്കിലൂടെ സഞ്ചരിച്ച് ഏറ്റവും വലിയ ഉയരത്തിലെത്താൻ സാധിക്കും. പക്ഷെ പിന്നീട് തിരിച്ചു വരുമ്പോൾ നമ്മൾ തന്നെ ഇതിൽ പോകണം. പിന്നെ ഇത് കൂടാതെ കേരളത്തിലെ ഈ കർണാടകയിലെ വലിയ കോടീശ്വരന്മാര് ധാരാളം പണത്തിന്റെ, രാഷ്ട്രീയക്കാരുൾപ്പെടെ പണം ഇദ്ദേഹത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ബ്ലാക്ക് മണിയാണ്. അതേക്കുറിച്ചുള്ള ഒരു അന്വേഷണം വന്നപ്പോഴാണ് ഇദ്ദേഹത്തിലേക്ക് കൂടുതൽ ഈ അന്വേഷണം കൂടുതലായിട്ട് വരുന്നത്. അതായത് ഈ റോയി ദുബായിൽ വിദേശ നിക്ഷേപം തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. നവംബറിൽ ഒരു വലിയ പാർട്ടിയൊക്കെ നടത്തി. ആ പാർട്ടിയിൽ പല ക്രിമിനൽസ് അടക്കം വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, അത് നമുക്കറിയില്ല. പക്ഷേ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് UAE സർക്കാർ അല്ലെങ്കിൽ UAEയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ പാർട്ടിയെ കുറിച്ച് കൃത്യമായി അന്വേഷിച്ചു. മാത്രമല്ല UAE ഇന്ത്യ തമ്മിൽ ഇപ്പോൾ ഒരു കരാറുണ്ടല്ലോ, അതായത് ഏതെങ്കിലും തരത്തിൽ കുറ്റവാളികളെ കൈമാറാമെന്നുള്ളത്. അപ്പൊ ഈ റോയിയുടെ പിറകിലായിരുന്നു ഇവർ. അപ്പൊ റോയിയോട് നിങ്ങൾ പിന്നെ ഈ ഫണ്ട്, നിങ്ങൾക്ക് ഇത്രയും നിക്ഷേപിക്കാനുള്ള ഫണ്ട് എവിടെ നിന്നാണ്, ദുബായിലേക്ക് ഇത്രയും ഫണ്ട് എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞത്, ഞാൻ ഇന്ത്യയിൽ ബിസിനസ് ചെയ്തതിന്റെ ലാഭവിഹിതമാണ് ദുബായിൽ നിക്ഷേപിക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഇന്ത്യയിൽ ഇത്രയും വലിയ ലാഭം കിട്ടുമ്പോൾ എന്തിനാണ് ദുബായിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചോദ്യം വന്നപ്പോഴാണ് അവിടെ നിന്ന് അന്വേഷണ ഏജൻസികൾ ഇന്ത്യൻ സർക്കാരുമായി ബന്ധപ്പെടുന്നതും ആ വഴിക്കാണ് പിന്നീട് അന്വേഷണം നടക്കുന്നത്. അങ്ങനെയാണ് ഈ റോയിലേക്ക് അത് റോയിക്ക് കൃത്യമായി മനസ്സിലായി. കാരണം റോയിയുടെ ഓഫീസ് വഴി നടക്കുന്ന കാര്യങ്ങൾ അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയ കാര്യങ്ങളല്ല. കാരണം 3 മാസമായി ഒരു ഓഫീസിൽ, ഇത്രയും വലിയ ഓഫീസ്, റോൾസ് റോയ്സ് കാർ എന്ന് പറയുന്നത് സാധാരണക്കാർക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ. അതായത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും എന്നുള്ള ആളുകൾക്ക് മാത്രമാണ് അവർ നിർമ്മിച്ചു കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കാറിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഇങ്ങനെ ഈ കാറിന്റെ സർവേ നടത്തി അതിനെ അനുയോജ്യരായ ആൾക്ക് മാത്രമേ അത് കൊടുക്കുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ സാധാരണക്കാർക്കൊന്നും അപ്പൊ അവിടെ 12 എങ്ങാണ്ട് റോൾസ് റോയ്സ് കാർ അദ്ദേഹത്തിന് മാത്രം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രയൊക്കെ ആഡംബരം എന്ന് പറഞ്ഞ് അങ്ങ് ഇതിലപ്പുറം ഇങ്ങനെ ഒരു ബിസിനസ്. ഇപ്പൊ യൂസഫ് അലിയുടെ ഭാര്യ മക്കളിൽ നിന്ന് നമ്മൾ ഇത്രയും ആഡംബരത്തിൽ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. യൂസഫ് അലി എല്ലായിടവും കണ്ടിട്ടുണ്ട്. അതുപോലെ സോഹൻ റോയിയുടെ ഈ പറഞ്ഞു കേട്ടിട്ടപ്പുറം സോഹൻ റോയിയുടെ പിന്നെ ഇത്രയും ആഡംബരമായ കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മളാരും ഞാനൊന്നും കേട്ടിട്ടില്ല. സോഹൻ റോയിയുടെ ഇനി ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴായിരിക്കും പുറത്തു വരുന്നത്. ഞാൻ കേട്ടില്ല. അങ്ങനെ എത്ര ബിസിനസ്സുകാർ നമുക്കിടയിലുണ്ട്. രവി പിള്ളയുടെ മകളെ കല്യാണ സമയത്താണ് വലിയ ആഡംബരപൂർണമായ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട്, ചിലത് നമ്മുടെ മിസ്റ്റേക്ക് ആയിരിക്കും നമ്മളത് കേൾക്കാം. സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഒക്കെ നിറ സാന്നിധ്യമായിരുന്നു. ഞാൻ എന്തോ വലിയ സംഭവമാണ് ആയിരിക്കാം, അതേ വലിയ സംഭവമായിരിക്കാം. കാരണം ഈ ഒരാളെ ചതിച്ചും പറ്റിച്ചും അവരുടെ എല്ലാം ഇല്ലാതാക്കിയിട്ട് ഉയർന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കില്ല ഒരിക്കലും ഈ കർമ്മ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ട്. നമ്മളത് വിചാരിക്കുന്നത് ഇതൊക്കെ പറച്ചിൽ ഒന്നുമില്ല. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ കയറ്റം കയറി പോയപ്പോ പഴയത് ചെയ്തതിൻ്റെത് പിന്നീട് കിട്ടി തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ റോയിയെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോ
റോയിയുടെ യാത്രകളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ, റോയിയുടെ ബിസിനസ്സുകളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത്ര ക്ലിയർ ഒരു ഇമേജ് അല്ല. കാരണം ഈ റോയിയുടെ സഹോദരൻ പിന്നെ പ്രകാശ് ബാബു, അങ്ങനെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്, എനിക്കത് അത്ര ക്ലിയർ ഇല്ല, എന്തോ ഒരു ബാബുവാണ്. ഇദ്ദേഹം തുടക്കത്തിൽ സമ്മർദ്ദമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സംസാരം, വൈറ്റ് ഗോൾഡ്. ഇപ്പോ അദ്ദേഹത്തിന്റെ ശരീരഭാഷ തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്, അന്വേഷിക്കട്ടെ അവര്, നമുക്കിപ്പോ അതിനെക്കുറിച്ചൊന്നും. ഇപ്പോ മാനസിക സമ്മർദ്ദം മാറി, ED-യുടെ പ്രശ്നങ്ങൾ മാറി, IT ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങൾ മാറി, മൊത്തത്തിലെല്ലാം മാറി. അല്ല, അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ വ്യക്തത വന്നു. ഇനി ഇതിന്റെ പുറകെ കൂടുതൽ, പക്ഷെ അവർ അന്വേഷണം നിർത്തില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ഭാര്യയെയും സഹോദരനെയും ഇദ്ദേഹത്തിന്റെ സ്റ്റാഫിനെയൊക്കെ ചോദ്യം ചെയ്യുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ MD ഒരു ജോസഫ്, അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ വിരുദ്ധതയുണ്ടെന്ന് പറയുന്നു. അതായത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ, അതായത് 2 മണിക്കെന്ന് ജീവനക്കാർ പറയുന്നു, 3 മണിക്കെന്ന് ഇയാൾ പറയുന്നു. അപ്പൊ അങ്ങനെ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ഇപ്പൊ ജോസഫിന് ഇനി എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെ സോഷ്യൽ മീഡിയ പലരും ഒക്കെ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാത്ത രീതിയിൽ ചോദിക്കുന്നത് നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അതൊക്കെ അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിക്കട്ടെ, നമ്മൾ അതിലൊന്നും പറയുന്നില്ല. പക്ഷേ റോയിയുടെ മരണം റോയി കണക്ക് കൂട്ടിയ തന്നെയാണ് കഴുത്തിൽ കുരുക്ക് വീഴുന്നതിന് മുൻപ്. കാരണം UAE-യിലൊക്കെ പോയാൽ ജീവിതത്തിൽ ഇയാൾ വെളിയിലിറങ്ങില്ല ഈ സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ, അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായ ഫണ്ടുകൾ സ്വീകരിച്ചെന്നോ എന്ത് കാര്യത്തിലാണെങ്കിലും പുറത്തിറങ്ങില്ല. അപ്പോൾ റോയ് വിചാരിച്ചു ഇമേജ് അങ്ങനെ തന്നെ നിൽക്കും, ഞാൻ അങ്ങ് പോകുന്നതാണ് നല്ലത്. അത് മാത്രമല്ല UAE-യിൽ അവര് ശ്രദ്ധിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിലായിരുന്നു ഈ സ്ലോവാക്യൻ കോൺസുലേറ്റ് ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു വ്യവസായി ഇത്തരം ഒരു കാര്യം ഉപയോഗിക്കുന്നു? അതിന്റെ പിന്നിൽ ദുരുദ്ദേശമുണ്ടല്ലോ. ഇന്ത്യ ഗവൺമെന്റ് സ്വാഭാവികമായിട്ട് ശ്രദ്ധിച്ചു. എന്തിനാ? കാരണം ഇത് ഈ ഗൂഢലക്ഷ്യങ്ങളുള്ളവരാണ് ഇത് സ്വന്തമാക്കുന്നത്. അവർക്ക് ഇന്റർനാഷണൽ വേറെ യാതൊരു പർപ്പസുമില്ല. അതായത് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ അന്വേഷിക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ പെർമിഷൻ, സ്പെഷ്യൽ പെർമിഷൻ വേണം അദ്ദേഹത്തിന്റെ ഓഫീസിൽ കയറണമെങ്കിൽ. കാരണം ഡിപ്ലോമസിയുടെ ഒരു ഭാഗമാണത്, മറ്റൊരു രാജ്യത്തിന്റെ കോൺസുൽ എന്ന രീതിയിൽ. അപ്പൊ ഇതെല്ലാം അദ്ദേഹത്തിന് പല കാര്യങ്ങളും ഒളിപ്പിക്കാനുള്ള സഹായകരമായ അവസ്ഥയിലാണ് അദ്ദേഹം അത് ചെയ്തത്. അങ്ങനെ ചെയ്യുന്നവരെ ലോകത്തെ എല്ലായിടത്തും സംശയിക്കാറുണ്ട്. അത് അദ്ദേഹം മനസ്സിലാക്കിയില്ല. അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു മറയായിട്ട് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ അട്രാക്ട് ചെയ്തത്. അല്ല, എന്തായാലും പിന്നെ എന്താ പറയുക, മരണം ആരെയും വിശുദ്ധനാക്കുന്നില്ല. തെറ്റ് ചെയ്തവൻ മരണത്തിലും മരിച്ചു കഴിഞ്ഞാലും തെറ്റ്. ഇപ്പൊ ഗോവിന്ദസ്വാമി മരിച്ചു കഴിഞ്ഞാൽ നമ്മളാരും ഗോവിന്ദസ്വാമിയെ വിശുദ്ധനാക്കില്ല, അല്ലെ? ഇപ്പൊ ആളൂർ മരിച്ചു, ആളൂർ ക്രിമിനൽ അഡ്വക്കേറ്റ് തന്നെയാണ്, വേട്ടക്കാരന്മാർക്ക് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റ് തന്നെയാണെന്നാണ് ഇപ്പോഴും പറയുന്നത്. ആളൂരിനെ ആരും വിശുദ്ധനൊന്നും ആക്കിയിട്ടില്ല. അതുപോലെ തന്നെയാണ് CJ റോയിയും. അത്തരം ആരെങ്കിലും ചതിച്ചുകൊണ്ടാണ് ഈ പാതയിലേക്ക് ഉയർന്നു കയറിയതെങ്കിൽ CJ റോയി ആരും വിശുദ്ധനാക്കുന്നില്ല. ഇതിന്റെ കൂടെ ഈ പറയുന്ന ഈ ലതാ നമ്പൂതിരി അവര് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ളതും കൂടി കേൾക്കാൻ ഇപ്പോ ആളുകൾ കാതോർത്തിരിപ്പുണ്ട്. കാരണം എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അദ്ദേഹം മരിച്ചതാണ് കൂടുതൽ പേരിലേക്ക് ഈ കാര്യങ്ങൾ എത്താനായിട്ട് കാരണമായത്. അദ്ദേഹം മരിക്കാതെ ഈ കേസിനെ ധീരമായിട്ട് നേരിടുകയും അതോടൊപ്പം തന്നെ കേസായിട്ട് വന്നിട്ടില്ല, അന്വേഷണമാണ്, നേരിടുകയും അതോടൊപ്പം അദ്ദേഹത്തിന് പറയാനുള്ള മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുവാണെങ്കിൽ ഇത്രയേറെ അദ്ദേഹത്തിന്റെ കഥകൾ പുറത്തു വരില്ലായിരുന്നു. കാരണം സാർ, നമുക്കൊരു കേസിനെ ധീരമായി നേരിടണമെങ്കിൽ ഇപ്പൊ ഞാൻ സാറിന്റെ 100 രൂപ മോഷ്ടിച്ചിട്ട് സാർ എന്നോട് പറയുകയാണ് ഇവിടെ ആരോ ആ പൈസ എടുത്തു, അപ്പൊ ഞാൻ ഇവിടെ കൂടെ ഭയങ്കര ബഹളമൊക്കെ വെച്ച് ഭയങ്കര ഇതൊക്കെ കാണിച്ചിട്ട് നോക്കുമ്പോ ഞാനാണ് ആ പൈസ കട്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായത്. ഇല്ലെങ്കിൽ ഞാൻ നോർമലാണ്, നിങ്ങൾ അന്വേഷിച്ചോ. മന്നസെന്റ് നിൽക്കുമ്പോൾ തപ്പിക്കോ. ഗോകുലം ഗോപാലിന് അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം ഒരു 50,000 തോക്കുകൊണ്ട് ഇതിനിടയ്ക്ക് ആത്മഹത്യ ചെയ്യണം. കാരണം എത്ര തവണയാണ് അദ്ദേഹത്തിന്റെ വീടുകളിലും ഈ എനിക്ക് തോന്നുന്നു എമ്പുരാൻ സിനിമ ഇറങ്ങിയതിനു ശേഷം അദ്ദേഹത്തെ ഓട്ടിച്ചിട്ട് റെയ്ഡ് നടത്തുകയായിരുന്നു. എന്നിട്ട് നല്ല സിനിമയിലും അഭിനയിച്ച് നല്ല കാര്യമാണ് അദ്ദേഹം നടക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയോ അന്വേഷണ ഏജൻസിയോ കുറ്റപ്പെടുത്താൻ പാടില്ല. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഈ പറയുന്ന കള്ളപ്പണത്തിന്റെ പരിപാടി ബിസിനസ്സുകാർ ചെയ്യുമ്പോൾ അതിനെതിരെ അതിശക്തമായ അന്വേഷണം എല്ലാ രാജ്യങ്ങളും നടക്കുന്നു. കാരണം ഈ അന്വേഷണം വേണം. ഇപ്പൊ നമ്മളുടെ മാധ്യമങ്ങളോ കുറെ ആൾക്കാർ BJP എതിർക്കുന്നവരോ പറയുന്നുണ്ട് ശരി കൊന്നെന്ന്. പക്ഷെ ഇങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥയുടെ സ്റ്റെബിലിറ്റി, അതായത് മറ്റൊരു റൂട്ടിലേക്ക് ബ്ലാക്ക് മണി ആയിട്ട് ഒന്നും പോകാതെ സ്ട്രെയിറ്റ് ആയിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഇത്തരം അന്വേഷണങ്ങളാണ്. അത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും എന്നും നടക്കുന്നതാണ്. റോയ്ക്ക് മറച്ചു പിടിക്കാൻ എന്തോ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭീതിതമായ ഒരു ഭൂതകാലം ഉള്ളത് കൊണ്ടാണ് ഭാവിയെക്കുറിച്ച് അദ്ദേഹം ഇത്രയേറെ ആശങ്കപ്പെട്ടതും അദ്ദേഹം തോക്കെടുക്കേണ്ടി വന്നത്.